പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിൽ കോക്രോച്ച് ജനതാ പാർട്ടി ആരംഭിച്ച പ്രതിഷേധം നാൾക്കുനാൾ ശക്തി പ്രാപിച്ചു വരികയാണ്. സമരത്തിന് പിന്തുണയുമായി രാഷ്ട്രീയ സാമൂഹിക മേഖലയിൽ നിന്നുള്ള നിരവധി പേർ ഇതിനോടകം രംഗത്തെത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ കക്ഷികൾ പാർലമെന്റിന് അകത്തും പുറത്തും വിദ്യാർത്ഥികൾക്ക് പരസ്യ പിന്തുണ നൽകി പ്രതിഷേധിച്ചതോടെ മുൻപെങ്ങുമില്ലാത്ത വിധം മോദി സർക്കാർ സമ്മർദ്ദത്തിലായിരിക്കുകയാണ്. എന്നാൽ പതിവ് പോലെ തന്നെ സമരത്തെ താറടിച്ചു കാണിക്കാനുള്ള ഓവർ ടൈം ഡ്യൂട്ടിയിലാണ് BJP നേതാക്കൾ. സമൂഹ മാധ്യമങ്ങളിൽ കൂടി വ്യാജ പ്രചരണങ്ങൾ നടത്തി സമരത്തിനിറങ്ങിയ വിദ്യാർത്ഥികളെ തീവ്രവാദികളും രാജ്യദ്രോഹികളുമാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ തകൃതിയായി തന്നെ നടക്കുന്നുണ്ട്. സമാധാനപരമായി മുന്നോട്ട് പോകുന്ന സമരത്തെ അക്രമാസക്തമാക്കി ചിത്രീകരിക്കാനും വിദ്യാർത്ഥികൾക്ക് നേരെ ഡൽഹി പോലീസ് നടത്തിയ നരനായാട്ടിനെ ന്യായീകരിക്കാനുമുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ഒരു വീഡിയോയുടെ വസ്തുത നമുക്കൊന്ന് പരിശോധിക്കാം. പ്രതിഷേധങ്ങൾക്കിടെ രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിനിന് നേരെ CJP പ്രവർത്തകർ ആക്രമണം നടത്തിയെന്ന തരത്തിലാണ് വീഡിയോ പ്രചരിച്ചത്. ഇന്ത്യൻ റെയിൽവേയുടെ അഭിമാന പദ്ധതിയായ ഹൈഡ്രജൻ ട്രെയിൻ ഡൽഹി സ്റ്റേഷനിൽ വെച്ച് ആക്രമിക്കപ്പെട്ടെന്നും വിദ്യാർത്ഥികൾ ട്രെയിനിനും RPF ഉദ്യോഗസ്ഥർക്കു നേരെ കല്ലെറിഞ്ഞെന്നുമാണ് വീഡിയോയിൽ അവകാശപ്പെടുന്നത്. എക്സിൽ പങ്കുവച്ച വീഡിയോ ഇതിനകം ലക്ഷക്കണക്കിന് ആളുകൾ കാണുകയും ചെയ്തു. BJP MP രേഖ ശർമ്മ, BJP ദേശീയ വക്താവ് സുധാൻഷു ത്രിവേദി, പാർട്ടി നേതാക്കളായ തജീന്ദർ ബഗ്ഗ, റോഷൻ സിന എന്നിവർ ഈ വീഡിയോ ഷെയർ ചെയ്തിരുന്നു. CJP പ്രവർത്തകർ രാജ്യദ്രോഹികളാണെന്നും വിദേശ ഫണ്ടിംഗ് സ്വീകരിച്ച് ആക്രമണത്തിന് പ്രേരിപ്പിക്കുകയാണെന്നും രേഖ ശർമ്മ വീഡിയോ പങ്കുവെക്കവെ എക്സിൽ കുറിച്ചു. ഇതോടെ വീഡിയോയുടെ ആധികാരികത സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങി. സ്വതന്ത്ര ന്യൂസ് ഹാൻഡിലുകൾ നടത്തിയ പരിശോധനയിൽ വീഡിയോ വ്യാജമാണെന്ന് കണ്ടെത്തിയതോടെ BJP നേതാക്കളുടെ മറ്റൊരു പ്രചരണം കൂടി പൊട്ടിപ്പൊളിയുകയായിരുന്നു. ഇനി വീഡിയോയുടെ വസ്തുത നമുക്കൊന്ന് പരിശോധിക്കാം. ഹൈഡ്രജൻ ട്രെയിനിന് നേരെ CJP ആക്രമണം നടത്തിയെന്ന പ്രചരണം തീർത്തും തെറ്റാണ്. യഥാർത്ഥത്തിൽ ജൂൺ ആദ്യവാരത്തിൽ ബീഹാറിലെ പട്നയ്ക്ക് സമീപമുള്ള ദാനാപൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് വ്യാജ ക്യാപ്ഷനോടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷ എഴുതാനായി പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് തിരിച്ച വിദ്യാർത്ഥികൾ ട്രെയിൻ വൈകിയതിനെതിരെ നടത്തിയ പ്രതിഷേധമാണ് വീഡിയോയിലുള്ളത്. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നടന്ന പ്രതിഷേധം അക്രമാസക്തമായതിനു പിന്നാലെ പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ ഏറ്റുമുട്ടി. ഇതാണ് CJP-കാർ ഹൈഡ്രജൻ ട്രെയിൻ ആക്രമിച്ചെന്ന പേരിൽ BJP ഹാൻഡിലുകൾ വ്യാപകമായി പ്രചരിപ്പിച്ചത്. രസകരമായ മറ്റൊരു കാര്യം, വീഡിയോയിലുള്ളത് ഹൈഡ്രജൻ ട്രെയിൻ പോലുമല്ല. ഇക്കാര്യം നോർത്തേൺ റെയിൽവേ തന്നെ തങ്ങളുടെ ഔദ്യോഗിക പ്ലാറ്റ്ഫോമിലൂടെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ഇന്ത്യൻ റെയിൽവേയുടെ തന്നെ WAG-12 ഇലക്ട്രിക് ലോക്കോമോട്ടീവ് ട്രെയിനാണ്. പഴയ വീഡിയോ ഉപയോഗിച്ച് വ്യാജ പ്രചരണം നടക്കുകയാണെന്നും ഹൈഡ്രജൻ ട്രെയിനിന്റെ പ്രവർത്തനം സുരക്ഷിതമായി നടക്കുന്നുണ്ടെന്നും നോർത്തേൺ റെയിൽവേ തങ്ങളുടെ ഔദ്യോഗിക എക്സ് പേജിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടെ BJP നേതാക്കൾ വീഡിയോ ഡിലീറ്റ് ആക്കി തടി തപ്പുകയും ചെയ്തു.